നമസ്കാരം, എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മുമ്പിൽ ഇതായിരിക്കുന്നു. എന്താണ്? കേക്ക്. അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, അരമണിക്കൂർ കൊണ്ട് ജപ്പാനിൽ തന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ച് ഈവൻ ബാച്ചിലേഴ്സിന് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ്. ഒരു സിമ്പിൾ റെസിപ്പി. ഓക്കെ, അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണാം. ഇത് പാലാണ് 15 ml, ഒരു 3 ടീസ്പൂൺ പാല്. പിന്നെ വേണ്ടത് ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത്. അതിൻ്റെ ഒരു 10 ഗ്രാം, ഇത് 200 ഗ്രാമിൻ്റെ ബട്ടറാണ് വാങ്ങിച്ചേക്കുന്നത്. അതിൽ നമ്മളൊരു 10 ഗ്രാമാണ് വേണ്ടത്, അതായത് ഒരു 20-1. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ. ഇതാണ് ബേക്കിംഗ് പൗഡർ ജപ്പാനിൽ വാങ്ങാൻ കിട്ടുന്നത്. ഇതിൽ 4 ഗ്രാമിൻ്റെ 8 ഇതാണുള്ളത്. അതിൽ നിന്ന് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് നമുക്ക് ആവശ്യമുള്ളൂ, 4 ഗ്രാം. പിന്നെ വേണ്ടത് വാനില എസൻസ്, 3 മുട്ട, പഞ്ചസാര, ഓൾ പർപ്പസ് പൗഡർ. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിപ്പോൾ കുക്ക് ചെയ്യാൻ പോകുന്നത് റൈസ് കുക്കറിലാണ്. ഇവിടെ ജപ്പാനിൽ മിക്ക അപ്പാർട്ട്മെന്റിലും റൈസ് കുക്കർ ഉണ്ടാവും. അപ്പോൾ അതിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം ബാക്കി ഓവനിലൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ 10 ഗ്രാം ബട്ടർ കൂടെ കുറച്ച് ബട്ടർ ഇതൊന്ന് ഗ്രീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടർ അതിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. വെച്ചിട്ട് സാധാ റൈസ് വേവിക്കാറുള്ള മോഡിൽ തന്നെ ഓണാക്കുക. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യണം. റൈസിൻ്റെ ഇതിൽ ഇട്ടിട്ട് ഹൈ ആക്കുക ആവണം. അതിൽ കുക്കിംഗ് മോഡിലിടുക. ഇനി ആ നേരം കൊണ്ട് നമ്മൾ സാധനങ്ങൾ റെഡിയാക്കാൻ പോവാണ്. ചൂടുവെള്ളത്തിൽ ഈ ബട്ടർ ഒന്ന് അലിയിച്ചെടുക്കണം. അതായത് നല്ല ചൂടുവെള്ളത്തിലല്ല, തിളപ്പിച്ച വെള്ളത്തിൽ ഈ ബട്ടറും പാല് അതിലൊഴിച്ചിട്ട് അതിലൊന്ന് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതാവുന്ന നേരം കൊണ്ട് ഇത് അലിഞ്ഞ് കിട്ടും. 1 കപ്പ് പഞ്ചസാര. ഇവിടെ വൈറ്റും യെല്ലോ ഇതും സെപ്പറേറ്റ് ചെയ്യണം. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ചിലേക്ക് നേരത്തെ പറഞ്ഞ പാലും ബട്ടറും ഒന്ന് ഇറക്കി വെക്കുകയാണ്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഇറക്കി വെക്കാണ്ട്. തിളപ്പിച്ച വെള്ളത്തിൽ ഇത് വെറുതെ ഇറക്കി വെക്കണുള്ളൂ. ഇത് വൈറ്റും യെല്ലോ സെപ്പറേറ്റ് ചെയ്യണം. 3 എഗ്ഗിന്റെയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം നമ്മൾ. ഇത് എഗ്ഗിന്റെ വൈറ്റ് എടുത്തതാണ്. അത് നമ്മൾ ഷുഗർ നേരത്തെ എടുത്ത് വെച്ചതിലേക്ക് ഒഴിക്കണം. ഈ ഹാൻഡ് മിക്സർ വെച്ച് നമുക്ക് ബീറ്റ് ചെയ്യാം, പക്ഷെ ഇത് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഇലക്ട്രിക് ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വാങ്ങണം എന്നുള്ളവർക്ക് 1000 yen ആമസോണിലും ഇതിലൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് എഗ്ഗിന്റെ വൈറ്റും ഷുഗറും കൂടി ബീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതിൽ കിട്ടണം. ഈ ഐസ്ക്രീമൊക്കെ ഒന്നിങ്ങനെ അലിഞ്ഞിങ്ങനെ വരുന്നൊരു പോലെ ഇരിക്കും. ഇതാണ് പരുവം. എന്നിട്ട് ഇതിലേക്ക് ഈ എഗ്ഗിന്റെ യെല്ലോ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇടണം. പിന്നെ ഒരു 3 ടീസ്പൂൺ വാനില എസൻസും എഗ്ഗിന്റെ യെല്ലോ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കിട്ടിയാൽ മതി, അധികം സമയം കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അത് കഴിഞ്ഞ് നിർത്തുക. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്തു. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് അരിച്ചെടുക്കണം, പൊടി തരിയൊന്നും ഇല്ലാണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈ 4 ഗ്രാമിൻ്റെ ബേക്കിംഗ് പൗഡർ അതും കൂടി വേണം. അതിട്ട് അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കുക, തരിയൊന്നും ഇല്ലാണ്ട് കിട്ടാനായിട്ട്. ഇത് നേരത്തെ പറഞ്ഞ ഫ്ലവറും ബേക്കിംഗ് പൗഡറും കൂടി നന്നായിട്ട് അരിച്ചെടുത്തതാണ്. അത് ഞാനിത് കുറേശ്ശെയായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഇത് മെല്ലെ, ഇനി നമുക്ക് ബീറ്ററൊന്നും വേണ്ട, ചെറിയൊരു ഇത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നേരത്തെ നമ്മൾ ചൂടുവെള്ളത്തിൽ പാലും ബട്ടറും വെച്ചിരുന്നുണ്ടായിരുന്നില്ലേ, അതിലേക്ക് 1 സ്പൂൺ ഈ ബട്ടർ മിക്സ് ചെയ്തതിൽ നിന്ന് എടുത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഫ്ലവർ മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് ഇത് 1 സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് മെല്ലെ പതുക്കെ ഒരു സൈഡിൽ കൂടെ ആ ഫ്ലവറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് പതുക്കെ ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിത്
റൈസ് കുക്കറിലേക്ക് ഒഴിക്കാൻ പോവാണ്. നേരത്തെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് കുക്കർ. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ടുണ്ടായിരുന്നു. ആ ബട്ടർ ഇപ്പോൾ നന്നായി അലിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. ഈ ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ബാറ്റർ റൈസ് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഫുള്ള് റൈസ് കുക്കറിലേക്ക് ഒഴിച്ചു. അതൊന്ന് ലെവൽ ചെയ്യണം. ഫുൾ ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇറക്കി വെക്കുക. ക്ലോസ് ചെയ്യുക. എന്നിട്ട് റൈസ് കുക്ക് ചെയ്യുന്ന മോഡിൽ തന്നെ ജസ്റ്റ് ഒന്ന് ബട്ടൺ അമർത്താം. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു 3 times കുക്ക് ചെയ്യേണ്ടി വരും. ഒരു 30 minutes എടുക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം റൈസ് കുക്ക് ചെയ്യുന്ന മോഡിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കാണ്. ഇപ്പം 3ാമത്തെ പ്രാവശ്യം ബീപ്പ് വന്നു. അപ്പം നമ്മൾ കേക്ക് കുക്ക് ചെയ്തോന്ന് നോക്കാനായിട്ട് ഒരു ഇങ്ങനത്തെ ഒരു ഇത് ഐസോലേഷൻ കിട്ടും. ഇതല്ലെങ്കിൽ വേറെ ചുമ്മാ ഒരു ടൂത്ത് പിക്ക് ആയാലും മതി. ഒന്ന് നമ്മൾ തുറന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് നോക്കുക. എടുത്ത് നോക്കുമ്പോൾ ഇതിലൊന്നും പറ്റിയിട്ടില്ല. അപ്പം അതിനനുസരിച്ച് കുക്ക് ആയിട്ടുണ്ടെന്നാണ്. ഇതാ നോക്കിക്കോളൂ. ഞാനിതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം. ഇത് ചൂടാറിയതിന് ശേഷം എടുത്താൽ മതിയാവും. നമ്മുടെ സിമ്പിൾ ആൻഡ് ഈസി സ്പോഞ്ച് കേക്ക് റെഡി. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫ്രഷ് ക്രീമൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം. നേരത്തെ നമ്മൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കി വെച്ച കേക്ക് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഐസിങ് ഉണ്ടാക്കാൻ പോവാണ്. ഫ്രഷ് ക്രീം ഐസിങ്ങാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ വെക്കണം. അതിൻ്റെ മുകളിൽ വേറൊരു ചെറിയ ബൗൾ വെക്കണം. അതിലേക്കാണ് നമ്മൾ ഫ്രഷ് ക്രീമും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇത് പാക്കറ്റ് വാങ്ങിയത് ഒഴിക്കാൻ പോകുന്നത്. അത് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വാനില എസൻസ്. ഇതിലേക്കൊരു 2 സ്പൂൺ പഞ്ചസാര. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നല്ല തിക്ക് ക്രീമായിട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടുക. Please subscribe to my channel, press the bell icon. Please like the videos, share with your friends and family. With love from Japan.